നമസ്തേ. യോഗസൂത്രത്തിൽ ഏകതത്വാഭ്യാസത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂത്രം 33 ചിത്തപ്രസാദനം, 34 പ്രാണന്റെ പ്രച്ഛബ്ദന വിധാരണം, 35 വിഷയവതീ പ്രവൃത്തി. ഇവയാണ് ഏകതത്വാഭ്യാസമായി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി സൂത്രം 36 വിശോക വാ ജ്യോതിഷ്മതി വാ, അല്ലെങ്കിൽ അടുത്ത ഏകതത്വാഭ്യാസത്തെക്കുറിച്ച് പറയാം. വിശോക, ശോകമില്ലാത്ത, ജ്യോതിഷ്മതി, ദുഃഖത്തിൽ നിന്ന് മുക്തമായ, തിളക്കമുള്ള അല്ലെങ്കിൽ പ്രകാശം നിറഞ്ഞ അവസ്ഥയിൽ ചിത്തം ഏകാഗ്രമാകുന്നു. ചിത്തത്തെ ശോകരഹിതമായി സത്വഗുണയുക്തവും ശാന്തവും നിർമ്മലവും ആക്കുന്നതിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി കഴിയും. മനസ്സിൻ്റെ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള മറ്റൊരു രീതി ഈ സൂത്രം അവതരിപ്പിക്കുന്നു. പ്രകാശമാനമായ ആന്തരികാവസ്ഥയെ ധ്യാനിക്കും. ദുഃഖമില്ലാത്ത ആനന്ദമയമായ ആന്തരികാവസ്ഥയെ ധ്യാനിക്കുക. വിരിഞ്ഞ കമലം പോലെ മനോഹരമായ ഹൃദയത്തിൽ ഒരു ആന്തരിക പ്രകാശത്തെ ധ്യാനിക്കുക. ഇതാണ് ജ്യോതിഷ്മതി പ്രവൃത്തി. വ്യാസഭാഷ്യത്തിൽ 35 സൂത്രത്തിലെ പ്രവർത്തിരുത്പന്ന മനസ സ്ഥിതി നിബന്ധിനി എന്ന സൂത്രത്തിലെ വാക്യം, പദങ്ങൾ ഈ 36 സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്യനുവർത്തത്തെ എന്ന് പറയുന്നുണ്ട്. അലൗകികമായ ഒരു ആനന്ദ ജ്യോതിസിൽ ചിത്തത്തിന്റെ പ്രവൃത്തി ഉത്പന്നമായാൽ മനസ്സ് സ്ഥിതി നിബന്ധിനി, ഏകാഗ്രമാകും എന്നാണ് പറയുന്നത്. ഇപ്പൊ 36 ജ്യോതിഷ്മതിയെ വിഷയവതീ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഷയവതീ പ്രവൃത്തിയുടെ ഭാഗമാണ് ഈ ജ്യോതിഷ്മതി. ഇതും പ്രവൃത്തിരുത്പന്നമാണ്. നമ്മളൊരു വിഷയത്തിൽ തന്നെ ധ്യാനിക്കലാണ് എന്നാണ് വ്യാസൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. താമരപ്പൂവിൻ്റെ ആകൃതിയോടുകൂടിയ ഹൃദയത്തിൽ ചിത്തത്തെ ഏകാഗ്രമാക്കിയാൽ ബുദ്ധി സാക്ഷാത്കരിക്കപ്പെടും. സത്വഗുണപൂർണമായ ചിത്തം ആകാശം പോലെ വ്യാപന സ്വഭാവമുള്ളതും പ്രകാശസ്വരൂപമുള്ളതുമാണ്. ചിത്തത്തിൽ ഏകാഗ്രത ലഭിച്ചാൽ സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, മണികൾ ഇവയുടെ പ്രകാശസ്വരൂപമായി ചിത്തം മാറും. ഇവയെല്ലാം ചേർന്ന ഒരു പ്രത്യേകമായ പ്രകാശപൂരം ഹൃദയത്തിൽ ഉണ്ടാകും. അഥവാ ഒരു അലൗകിക പ്രകാശം ഹൃദയത്തിൽ ഉണ്ടാകും. ഹൃദയ കമലം നമ്മൾ നേരെ ഹൃദയമധ്യത്തിൽ ധ്യാനിക്കുമ്പോഴുണ്ടാവുന്ന മാറ്റമാണ്. ഇതിനെയാണ് ജ്യോതിഷ്മതി വൃത്തി എന്ന് പറയുന്നത്. രമണ മഹർഷി ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിക്കാനാണ് പറയുന്നത്. അവിടെ ഒരു സ്പന്ദനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഉള്ളിലെ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ ഏകാഗ്രത കൊണ്ടുവരുമ്പോൾ, ഹൃദയം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഹൃദയം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ ഈ അനാഹത ചക്രം, നെഞ്ചിൻ്റെ ഈ ഹൃദയത്തിൻ്റെ മുൻഭാഗം,
മുഴുവനായിട്ടുള്ള ഭാഗം എന്ന അർത്ഥത്തിൽ വേണം എടുക്കാൻ. അപ്പം അവിടെ ഏകാഗ്രത കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു പ്രകാശം ഉണ്ടാകും. സാധാരണ വിരിഞ്ഞു വരുന്ന താമരയായിട്ടാണ് ഹൃദയത്തെ കാണുന്നത്. ഹൃദയത്തിൽ തന്നെ ധ്യാനിക്കുമ്പോൾ നിറഞ്ഞ സ്നേഹം ഉള്ള ആളായിട്ട് മാറും. അപ്പം ഇവിടെയുള്ള ഈ പ്രകാശം എന്ന് പറയുന്നത് സാധാരണ ദൃശ്യബോധത്തിന് അതീതമാണെന്ന് വാചസ്പതി മിശ്ര വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രകാശം സാധാരണ കാണുന്നൊരു പ്രകാശമല്ല. നേരത്തെ പറഞ്ഞു സൂര്യചന്ദ്ര ഗ്രഹ മണികളുടെയെല്ലാം പ്രകാശം ചേർന്നാലുണ്ടാകുന്നൊരു അലൗകിക പ്രകാശമാണ്. അപ്പം അങ്ങനെ ഒരു തേജസ് ഉള്ളിലുണ്ടാവും. മനസ്സ് ശുദ്ധമായ ഒരു ജലാശയം പോലെ തെളിഞ്ഞിരിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ ആഴത്തിലുള്ള അവസ്ഥകളിൽ ഈ പ്രകാശം ഉദിക്കുന്നു. ക്ഷയം, ദ്വൈതത, രണ്ട് എന്ന ഭാവം, ദുഃഖം എന്നിവയ്ക്ക് വിധേയമല്ലാത്ത ആത്മാവിൻ്റെ ആന്തരിക വെളിച്ചമായി ഇതിനെ വിശേഷിപ്പിക്കാം. ദുഃഖം ഒന്നും തീരെയില്ലാത്ത ആനന്ദത്തിൻ്റെ പ്രകാശമായിട്ട് നമ്മൾക്കിതിനെ കാണാം. ആന്തരിക അവബോധം അല്ലെങ്കിൽ അവബോധജന്യമായ പ്രഭ പോലെ ആത്മീയ പ്രകാശം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയാണ് ജ്യോതിഷ്മതി എന്ന് ഭോജരാജനും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ അനുഭവം സാധാരണ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതല്ല, മറിച്ച് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൻ്റെ സ്വാഭാവിക പ്രകാശമായിട്ട് മനസ്സിലാക്കണം. വിഷയവതി പ്രവൃത്തി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന മൂർത്തരൂപങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കാനാണ് പറയുന്നത്. എന്നാൽ ജ്യോതിഷ്മതിയിൽ ആ ദുഃഖമില്ലാത്ത ആനന്ദപ്രകാശത്തിലാണ് ചിത്തത്തെ ഏകാഗ്രമാക്കുന്നത്. ഇതാണ് സൂത്രം 35 36 തമ്മിലുള്ള വിഷയവതിയും ജ്യോതിഷ്മതിയും തമ്മിലുള്ള വ്യത്യാസം. ജ്യോതിഷ്മതി വൃത്തിയിൽ തന്നെ മറ്റൊരു പ്രവൃത്തി കൂടിയുണ്ട്. അത് സാസ്മിത സമ്പ്രജ്ഞാത സമാധിയുമായി ബന്ധപ്പെട്ടതാണ്. സൂത്രം 17 സമ്പ്രജ്ഞാത സമാധിയെക്കുറിച്ച് പറയുമ്പോൾ സാസ്മിത സമ്പ്രജ്ഞാത സമാധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം, ബുദ്ധി, പ്രകൃതി, ഇന്ദ്രിയങ്ങൾ ഇവയിൽ ധ്യാനിച്ച് അവയെ വശീകരിക്കുന്നതാണ് സാസ്മിത സമ്പ്രജ്ഞാത സമാധി. ഇതിൽ ചിത്തം ഏകാഗ്രമായാൽ തരംഗരഹിതമായ മഹാസമുദ്രം പോലെ മനസ്സ് ശാന്തമായി തീരും എന്ന് വ്യാസം പറയുന്നു. ഈ അവസ്ഥയും ജ്യോതിഷ്മതി വൃത്തിയിൽ പെടുന്നതാണ്. ഇങ്ങനെ അഹങ്കാരത്തിൽ ധ്യാനിച്ച് സമ്പ്രജ്ഞാത സമാധിയിലേക്ക് എത്തുന്നതും ജ്യോതിഷ്മതി വൃത്തിയാണ്. ഇപ്രകാരം ജ്യോതിഷ്മതി വൃത്തി 2 വിധത്തിലുണ്ടെന്ന് പറയാം. ഒന്ന് വിശോക വിഷയവതി ജ്യോതിഷ്മതി, 2 വിശോക അസ്മിത ജ്യോതിഷ്മതി എന്ന് 2 അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. വ്യാസൻ ഈ രീതിയിൽ 2ആയിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ പറയുന്നത്. 2 പേര് പറയുന്നു എന്ന് മാത്രം. ധ്യാനാത്മകമായി ഇരിക്കുന്ന യോഗി അണുപ്രായമായ ആത്മാവിനെ ദർശിക്കുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് എന്ന് ചിന്തിക്കും. ഇപ്രകാരം ജ്യോതിഷ്മതി വൃത്തി ചെയ്യുന്ന യോഗിയുടെ ചിത്തം സ്ഥിരപ്പെടും. ധ്യാനത്തിൽ ഹൃദയത്തിൽ ഒരു പ്രകാശം ഉദിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക, ദൃശ്യവൽക്കരിക്കുക, അല്ലെങ്കിൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക.
എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമായ ആന്തരിക സമാധാനം ധ്യാനത്തിൽ അനുഭവിക്കുക. ഉള്ളിലെ ശാന്തതയിലും തിളക്കത്തിലും മനസ്സ് വിശ്രമിക്കട്ടെ. ഈ അവസ്ഥ ബലപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്നതല്ല, മറിച്ച് പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ മുതലായവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ യന്ത്രപ്രകാശം കൂടുതൽ തിളക്കമുള്ളതാകും.